ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 13 വെള്ളിയാഴ്ച സിനിമാ പൂരം തന്നെയാണ്. മലയാള സിനിമ ഉൾപ്പെടെ അന്യഭാഷാ സിനിമകൾ ഉൾപ്പെടെ ഒട്ടനവധി സിനിമകളാണ് നാളെ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. സാൻജോ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച കൂടോത്രം എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ബൈജു എഴുപുന്നയാണ്. ശ്രീനാഥ് വാസി, സലീം കുമാർ, അരുൺ സിയർ, ശ്രീജിത്ത് രവി, വീണ നായർ, ഡിനോയ് പൗലോസ്, റേച്ചൽ ഡേവിഡ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഷിജി ജയദേവൻ, ജിസ്പിൻ സെബാസ്റ്റ്യൻ എന്നിങ്ങനെ 2 പേരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ഗ്രേസൺ എ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഗോപി സുന്ദറാണ്. അരുൺലാൽ രാമചന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന സുഖമാണ് എന്ന മലയാള സിനിമ നാളെ ഫെബ്രുവരി 13 തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തിൽ മാത്യു തോമസ്, ദേവിക സഞ്ജയ്, നോബി മാർക്കോസ്, മണിക്കുട്ടൻ, ജഗദീഷ്, സ്പടികൻ ജോർജ്, അബിൻ ബിനോ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ടോബിൻ തോമസ് ഛായാഗ്രഹണവും അപ്പു എൻ ഭട്ടതിരി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. നിവിൻ ബെസന്റാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അബ്ദുൾ ഷൈൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന സ്പാ എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. സിദ്ധാർത്ഥ ഭരതൻ, ശ്രീലക്ഷ്മി ഭട്ട്, ശ്രീജ ദാസ്, വിനീത് തട്ടിൽ, ഫെബി, ജോജി കെ ജോൺ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സ്വരൂപ് ഫിലിപ്പ് ഛായാഗ്രഹണവും മനോജ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഇഷാൻ ജബ്രയാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. നാളെ ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന 4ാമത്തെ മലയാള സിനിമയാണ് ഈ തനിനിറം. അംബിക കണ്ണമ്പായി തിരക്കഥ എഴുതിയ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് രതീഷ് നെടുമങ്ങാടാണ്. ചിത്രത്തിൽ അനൂപ് മേനോൻ, രമേശ് പിഷാരടി, ഗൗരി ഗോപൻ, വിജീഷ്, ശൈലജ അമ്പു, നോബി മാർക്കോസ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. പ്രദീപ് നായർ ഛായാഗ്രഹണവും അജു അജയ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. നിനോയ് വർഗീസ്, രാജ്കുമാർ രാധാകൃഷ്ണൻ എന്നിങ്ങനെ 2 പേരാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അറ്റ് വെൽക്കം ടു ദി ഡാർക്ക് സൈഡ് എന്ന മലയാള സിനിമയും നാളെ തിയേറ്ററിലെത്തുകയാണ്. ഡോൺ മാക്സ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഷാജു KS, ആകാശ് സെൻ, റേച്ചൽ ഡേവിഡ്, നയന എൽസ, ബിബിൻ പെരുമ്പള്ളി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. കൊച്ചിറാണി പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രവിചന്ദ്രനാണ്. ഫോർ മ്യൂസിക് സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. ആൻസൺ ആന്റണി തിരക്കഥ സംവിധാനം ചെയ്യുന്ന ജൂനിയേഴ്സ് ജേണി എന്ന മലയാള സിനിമയുടെ നാളത്തെ 6ാമത്തെ റിലീസ്. വിജയരാഘവൻ, മീനാക്ഷി അനൂപ്, ശരത് ഗോപാൽ, സുധീർ കരമന, സന്തോഷ് കിഴാറ്റൂർ, അരുൺകുമാർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഷിനൂബ് ചാക്കോ ഛായാഗ്രഹണവും ജോൺകുട്ടി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. വിമൽ പങ്കജാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. രാജേഷ് മാധവൻ സംവിധാനം ചെയ്യുന്ന പെണ്ണും പൊറാട്ടും എന്ന സിനിമയാണ് നാളത്തെ 7ാമത്തെ റിലീസ്. രവിശങ്കർ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ രാജേഷ് മാധവൻ, സുഭാഷ് ചന്ദ്രൻ, റൈന രാധാകൃഷ്ണൻ, ഷിനോജ്, സുമ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സബിൻ ഉരളിക്കണ്ടി ഛായാഗ്രഹണവും ചമൻ ചാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഡാൻ വിൻസെന്റ് ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. വിശാൽ ഭരദ്വാജ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഓ റോമിയോ എന്ന ബോളിവുഡ് സിനിമ നാളെ ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ഷാഹിദ് കപൂർ, തൃപ്തി ദ്രിമി, ദാന പട്ടേക്കർ, അവിനാശ് തിവാരി, തമന്ന ഫാട്ടിയ, ദിഷ പട്ടാണി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് സാജിദ് നദിയാവാലയാണ്. ബിജോയ് നായർ സംവിധാനം ചെയ്യുന്ന തൂയ മെയിൻ എന്ന ബോളിവുഡ് സിനിമയും നാളെ തിയേറ്ററിലെത്തുകയാണ്. ഷാനയ കപൂർ, ആദർശ് ഗൗരവ്, പരുൾ ഗുലാത്തി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. വിജയ് ആന്റണി നിർമ്മിച്ച് ഗണേഷ് ചന്ദ്ര സംവിധാനം ചെയ്യുന്ന പൂക്കി എന്ന തമിഴ് സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. പുതിയ പരിധി തിരക്കഥ തയ്യാറാക്കിയ സിനിമയിൽ വിജയ് ആന്റണി, ധനുഷ, അജയ് ദിഷൻ, ആദിത്യ കതിർ, ലക്ഷ്മി മഞ്ജു എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. നിർമ്മാതാവും നടനും കൂടിയ വിജയ് ആന്റണി തന്നെയാണ് ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. രാജു മുരുകൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന മൈ ലോഡ് എന്ന തമിഴ് സിനിമയും നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. ചിത്രത്തിൽ ശശികുമാർ, ചൈത്ര ആചാർ, ആശാ ശരത്ത്, ഗുരു സോമസുന്ദരം എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സീൻ റോളറാണ് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നിട്ടുള്ളത്. കഴിഞ്ഞ വാരം തിയേറ്ററിലെ ഒട്ടുമിക്ക മലയാള സിനിമകളും മികച്ച അഭിപ്രായം നേടിയെടുത്ത് അത്യാവശ്യം കളക്ഷനുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി നാളെ വെള്ളിയാഴ്ച തിയേറ്ററിൽ സിനിമകൾക്ക് മികച്ച അഭിപ്രായം നേടിയെടുത്ത് നല്ല കളക്ഷനുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.